ഞങ്ങൾ താമസിക്കുന്ന ഈ വില്ലന്റെ റെന്റ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റെന്റ് മാത്രമല്ല UAE താമസിക്കാൻ ഞങ്ങൾക്കുള്ള ഫുൾ എക്സ്പെൻസ് തന്നെ പറഞ്ഞുതരാട്ടാ. ഏകദേശ കണക്കാണ് കേട്ടോ. ഞങ്ങളുടെ സാലറിന്റെ മേജർ പാർട്ട് പോകുന്നത് ഈ റെന്റ് കൊടുത്തിട്ട് തന്നെയാണ്. നമ്മുടെ ഈ വില്ലയിൽ 9 റൂംസ് ആണുള്ളത്. 1 BHK റൂംസ്. പലതിനും പല റെന്റാണ് കേട്ടോ. സൗകര്യവും വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് റൂമിന്റെ റെന്റും വാരി ചെയ്യും. 2000 മുതൽ 2500 വരെയാണ് മന്ത്ലി പേയ്മെന്റ് വരുന്നത്. അതിൽ ഇലക്ട്രിസിറ്റി, വാട്ടർ, വൈഫൈ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ പിന്നെ പാർക്കിങ്ങിന് എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനേക്കാളും റെന്റ് കൂടിയ വില്ലകളുണ്ട്, കുറഞ്ഞതും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൗകര്യത്തിനനുസരിച്ച് റെന്റ് മാറും. പിന്നത്തെ നമ്മുടെ എക്സ്പെൻസ് വരുന്നത് എഡ്യൂക്കേഷൻ ആണ്. കുട്ടികളുണ്ടെങ്കിൽ അത് വലിയൊരു ചെലവ് തന്നെയാണ്. സ്കൂള്, മദ്രസ, ട്രാൻസ്പോർട്ടേഷൻ അടക്കം ഒരു 1000 പ്രതീക്ഷിക്കേണ്ടി വരും. അതും ഇപ്പറഞ്ഞ പോലെ സിലബസ് അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. പൊതുവെ ഇന്ത്യൻ സ്കൂളുകൾക്കാണ് ഫീസ് കുറവ്. ഒരു 2-3 കുട്ടികളുണ്ടെങ്കിൽ അത്യാവശ്യം പേ ചെയ്യേണ്ടി വരും. പിന്നെ പോണത് മന്ത്ലി ഗ്രോസറി പർച്ചേസിങ്ങിനാണ്. അതും ഈ പറഞ്ഞ പോലെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ടോയ്സ്, ചോക്ലേറ്റ്സ്, ഡയപ്പർ എറ്റ്സെട്ര അറൌണ്ട് ഒരു 1000. പിന്നെ നമ്മുടെയൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് ബാധിക്കൂല. നെക്സ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഒരു മോഡറേറ്റ് എമൗണ്ട് ആണ് വരിക. ഇവിടെ പിന്നെ ഫ്യൂവലിന്റെ പ്രൈസ് അഫോർഡബിൾ ആയതുകൊണ്ട് സ്വന്തമായി ഒരു കാറിൽ തന്നെയാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ വണ്ടിയുടെ ഇൻഷുറൻസ്, മെയിൻ്റനൻസ്, പാർക്കിംഗ് ഇതൊരു അഡീഷണൽ കോസ്റ്റ് ആയിട്ട് വരും. പിന്നെ ഉള്ളത് നമ്മുടെ വീക്ക്ലി പുറത്ത് പോകുമ്പോഴുള്ള എക്സ്പെൻസ് ആണ്. ഫുഡ്, പിന്നെ എവിടെയെങ്കിലും കയറണമെങ്കിൽ അതിന്റെ ടിക്കറ്റ് റേറ്റ്, പിന്നെ പെട്രോള്, അങ്ങനത്തെ ചെലവുകൾ. അതിന്റെ കൂടെ നമുക്ക് അല്ലറ ചില്ലറ ചെലവുകളും ചേർക്കാം. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള ചെലവുകളാണ്. ഇത് കൂടാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കുറെ ചെലവുകളുണ്ട്. അത് പ്രതീക്ഷിക്കാതെ വരുന്നതുകൊണ്ട് അതിനെപ്പറ്റി ഞാനിവിടെ പറയണില്ല. പലരും എന്താണ് ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്താത്തത്, അതുപോലെ തന്നെ ഇത്രയും സാലറി വാങ്ങിയിട്ടും എന്താ കയ്യിലൊന്നും ഇല്ലാത്തത് എന്നുള്ള 2 ക്വസ്റ്റ്യനുള്ള ആൻസർ ഇതെന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും തൃപ്തിയായില്ലേ? അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.